ഹായ് ഓൾ, ഇന്ന് നമുക്ക് OETയുടെ റോൾ പ്ലേ എങ്ങനെ എഫക്റ്റീവായിട്ട് ചെയ്യാമെന്ന് നോക്കാം. OET സ്പീക്കിങ്ങിൽ മെയിനായിട്ട് വരുന്നൊരു ഫാക്ടറാണ് ഇൻഫർമേഷൻ ഗ്യാതറിങ്. ഇൻഫർമേഷൻ നമ്മൾ എങ്ങനെയാണ് പേഷ്യൻ്റ് അടുത്ത് ഗ്യാദർ ചെയ്യുക? ബൈ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, കുഡ് യു പ്ലീസ് ടെൽ മീ അബൌട്ട് യുവർ പെയിൻ ലെവൽ? ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമായിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് OET റോൾ പ്ലേയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും എഫക്റ്റീവ് ആയിരിക്കുക. എങ്ങനെയാണ് ഒരു ടാസ്കിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടതെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഫൈൻഡ് ഔട്ട് ദ ഡീറ്റെയിൽസ് ഓഫ് പേഷ്യൻസ് കണ്ടീഷൻ ഇൻ ബ്രാക്കറ്റ് ഓൺസെറ്റ്, പ്രീവിയസ് ഒക്കറൻസ് ആൻഡ് ലെവൽ ഓഫ് പെയിൻ. ഇങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് 1 by 1 ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക? ഓൺസെറ്റ്, ക്യാൻ യു പ്ലീസ് ടെൽ മീ അബൌട്ട് ദ സിംറ്റംസ്, വെൻ ഡിഡ് ദേ സ്റ്റാർട്ട്? ആൻഡ് ലെവൽ ഓഫ് പെയിൻ, could you please describe about the pain level that you have experienced? Previous occurrence, have you ever experienced the symptoms before? ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് പേഷ്യൻസിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് അവർക്ക് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കുകയും ഉടൻ തന്നെ ആൻസർ നൽകാനായിട്ടും സാധിക്കും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ OET റോൾ പ്ലേയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ചില കോമൺ വേർഡ്സ് OET റോൾ പ്ലേയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരും. അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഫൈൻഡ് ഔട്ട്, ആസ്ക് ആൻഡ് എക്സ്പ്ലോർ. സോ ഇങ്ങനെയുള്ള കീവേഡ്സ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ കാണാൻ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യൂ. ഇനി നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ കൈൻഡ്ലി സബ്സ്ക്രൈബ് അവർ ചാനൽ.